ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ കുടുംബശ്രീയിലേക്ക് എത്തിയ ശാലിനിയെ സ്വീകരിച്ച ശാരദാമ്മ ഇരുവർക്കും എന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന് കരുതി അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ശാലിനി വിഷ്ണുവിനെ കണ്ടതും സന്തോഷത്തോടെ അരികിലേക്ക് ഓടിയെത്തി. എനിക്കറിയാമായിരുന്നു വിഷ്ണുവേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് തന്റെ ബാഗ് എടുത്തുകൊണ്ട് പോകാനായി ശാലിനി വേഗം റൂമിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ വിഷ്ണു ശാലിനിയെ പിടിച്ചു നിർത്തുന്നു. കയ്യിൽ കടന്നു പിടിച്ച് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, ശാലിനി, ഞാൻ വന്നത് തനിക്ക് ഇത് തരാനാണ് എന്ന് പറഞ്ഞു തന്റെ കയ്യിലിരുന്ന ആ കവർ ലെറ്റർ വിഷ്ണു ശാലിനിയെ കാട്ടുന്നു. നാളെ അല്ലടോ തന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞതും ശാലിനി ആ വാക്ക് കേട്ട് വിഷമത്തോടെ തന്നെ കൊണ്ടുപോകാനല്ല വന്നതെന്നുള്ള സത്യം അറിഞ്ഞ് ആ പേപ്പറും കയ്യിൽ പിടിച്ച് നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. വിഷ്ണു ശാലിനിയോട് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് സങ്കടപ്പെട്ട് നിൽക്കുന്ന ശാലിനിക്കരികിലേക്ക് ശാരദാമ്മ എത്തി. ശാരദാമ്മയുടെ വിവരങ്ങൾ പറയുന്നതിനിടയിൽ ബോധരഹിതയായി വീഴുന്ന ശാലിനി അപ്പോഴേക്കും ശാരദാമ്മ മോളെ എന്ന് നിലവിളിച്ചു. ആ വിളി കേട്ട് വിഷ്ണു അകത്തേക്ക് ഓടിയെത്തിയതും നിലത്ത് കിടക്കുന്ന ശാലിനിയെ കണ്ട് വിഷ്ണു ഞെട്ടുന്നു. ശാലിനിയും ശാരദാമ്മയും വിഷ്ണുവും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ബോധം കെട്ട് കിടക്കുന്ന ശാലിനിയെ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം വിഷ്ണു ശാലിനിയോട് എന്ത് സംഭവിച്ചുവെന്ന് ഡോക്ടറോട് അന്വേഷിച്ചു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് ഡോക്ടർ പറഞ്ഞു, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, അയാൾ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. ആ വാക്ക് കേട്ട് ശാരദാമ്മയും വിഷ്ണുവും ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു.